ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. എക്സാം ഇതാ നമ്മുടെ കൈ എത്തുന്ന ദൂരത്തെത്തിയല്ലേ. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. നമുക്കറിയാം ഊണിന്റെ മേളം എന്ന് പറയുന്ന ഒരു പാഠഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. രുക്മിണി സ്വയംവരം എന്ന് പറയുന്ന കൃതിയിലെ ഒരു ഭാഗമാണ്. ആരാണ് എഴുതിയത്? നമ്മുടെ കുഞ്ചൻ നമ്പ്യാരാണ്. അപ്പൊ കുഞ്ചൻ നമ്പ്യാരെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റ് ആണ്. ഫസ്റ്റ് പോയിന്റ്, നമ്മുടെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത് കേട്ടോ. അത് മാത്രമല്ല, പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളാണ് കുഞ്ചൻ നമ്പ്യാർ. അപ്പൊ നമുക്ക് പറയും കവിത്രയങ്ങൾ, അതായത് 3 പേരുണ്ട്. ബാക്കി 2 പേര് ആരൊക്കെയാണ്? നമ്മുടെ ചെറുശ്ശേരിയും അതുപോലെ തന്നെ എഴുത്തച്ഛനും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഈ പാഠഭാഗത്തിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ എങ്ങനെയാണ് ഒരു പഴഞ്ചൊല്ലിനെ നമ്മൾ പ്രസ്താവിക്കുന്നത്, അതായത് പഴഞ്ചൊല്ലിനെ നമുക്ക് എങ്ങനെ വിശകലനം ചെയ്യാം, തന്നിരിക്കുന്ന പഴഞ്ചൊല്ലിനെ ഈ പറയുന്ന കവിതയിലെ ആശയവുമായി നമുക്ക് എങ്ങനെ ബന്ധിപ്പിക്കാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പഴഞ്ചൊല്ല് നോക്കുക, ആ പഴഞ്ചൊല്ലിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അതിനെ ഒന്ന് വിശകലനം ചെയ്ത് എഴുതാനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ പഴഞ്ചൊല്ല് തന്നെ, ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ വെള്ളിക്കിണ്ണം തുള്ളി തുള്ളി. യെസ്, അങ്ങനെ ഒരു പഴഞ്ചൊല്ല് കേൾക്കുമ്പോൾ കൂട്ടുകാർക്ക് എന്തായിരിക്കും മനസ്സിൽ വരുന്നത്? നമുക്ക് നോക്കാം അല്ലെ. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് അരി കഴുകി ഇടുന്നതും തിളയ്ക്കുന്നതുമാണ് ഇതിന്റെ ഉത്തരം. കേട്ടോ? അപ്പൊ ഇങ്ങനെ ഒരെണ്ണം കാണുവാണെങ്കിൽ മക്കളുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് എന്താണ്? നമ്മൾ ഈ ചോറൊക്കെ വേവിക്കാൻ വേണ്ടി നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കത്തില്ലേ, അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിനകത്തേക്ക് നമ്മൾ അരി കഴുകി ഇടുന്നതും പിന്നീട് അത് തിളയ്ക്കുന്നതുമാണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇടുന്ന അരി തിളച്ചുയരുന്നതിനെ കുളി കഴിഞ്ഞ മടക്കമായും. നോക്കിക്കേ, ആദ്യം പറയുന്നുണ്ട് ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇടുന്ന അരി ഉണ്ടല്ലോ, ഇങ്ങനെ തിളയ്ക്കൂലേ, അത് മാത്രമല്ല അങ്ങനെ തിളച്ചുയരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കുളി കഴിഞ്ഞ മടക്കമായി നമ്മൾ പറയുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ വെള്ളം തിളച്ചു പതിയുന്നതിനെ നമ്മൾ വെള്ളിക്കിണ്ണം തുള്ളിത്തുള്ളി എന്നും നമ്മൾ സൂചിപ്പിക്കുന്നു. ഓക്കെ, റെഡി. ഇനി ഈ ഒരു നമ്മുടെ കവിത തുടങ്ങുന്നത് എങ്ങനെയാണ്? വെളുത്തു കുറുകിയ ചോറിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ആ ഒരു കവിതയിലെ ആശയവുമായിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്തതാണ്, പന്തിക്ക് മുന്നിലും പടയ്ക്കു പിന്നിലും. യെസ്, എന്തായിരിക്കും ഈ പന്തിക്ക് മുന്നിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ, നമ്മൾ എന്തെങ്കിലും ഒരു ആഘോഷത്തിനൊക്കെ പോകുന്ന സമയത്ത് ഫുഡൊക്കെ വിളമ്പുന്ന, അതായത് ആഹാരമൊക്കെ വിളമ്പുന്ന സ്ഥലം ഉണ്ടാവില്ലേ, അപ്പൊ അതിനു മുന്നിലും പടയ്ക്കു പിന്നിലും. അതിന്റെ അർത്ഥം എന്താണെന്ന് കൂടി നോക്കാം. ആഹാര കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നവരെ പരിഹസിക്കുന്ന ഒരു ചൊല്ലാണിത്. ഇത്തരക്കാരുടെ ധൈര്യവും ആവേശവും എന്താണ്? ഭക്ഷണത്തോട് മാത്രമായിരിക്കും, അതായത് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമായിരിക്കും അവർക്ക് വളരെ ആകാംക്ഷയും വളരെ ആഹ്ലാദവും അതുപോലെ തന്നെ വളരെ ആവേശവും ഒക്കെ ഉള്ളത്. പടയ്ക്ക് പോകുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? കഴിയുന്നത്ര പിറകോട്ടേക്ക് അവർ മാറി നിൽക്കുന്നതാണ് അവരുടെ പതിവ്. ഭക്ഷണപ്രിയരായ ആളുകൾ സദ്യ കഴിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ആ ഒരു തിടുക്കമില്ലേ, അതിനെയാണ് നമുക്ക് ഈ ഒരു കവിതയിലും നമുക്ക് കാണാൻ പറ്റും. കേട്ടോ? അപ്പൊ കവിതയുടെ ആശയമായിട്ട് ഈ പഴഞ്ചൊല്ലിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒന്ന് കണക്ട് ചെയ്യുകയാണ്. ഇനി അടുത്തതാണ്, അന്ന വിചാരം മുന്ന വിചാരം പിന്നെ വിചാരം കാര്യവിചാരം. ഓക്കെ, അതിന്റെ അർത്ഥം എന്താണ്? ആദ്യമായിട്ട് നമ്മൾ എന്തിനെ പറ്റിയായിരിക്കും ആലോചിക്കുന്നത്? യാസ്, നമ്മുടെ അന്നവിചാരം, ഫുഡ് കഴിക്കുന്നതിനെ പറ്റിയായിരിക്കും. നമുക്ക് നോക്കാം. എത്ര പ്രധാനപ്പെട്ട ജോലിയാണെങ്കിലും ചിലർക്ക് പ്രധാന ശ്രദ്ധ എവിടെയായിരിക്കും? ആഹാരത്തിൽ മാത്രമായിരിക്കും. ചെയ്യുന്ന ജോലിയുടെ പ്രാധാന്യം കുറച്ചു കാണുന്നവരെ സൂചിപ്പിക്കാനാണ് ഈ ഒരു പഴഞ്ചൊല്ല് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് അവരുടെ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫുഡ് കഴിക്കുന്നതായിരിക്കും. അല്ലാതെ ചെയ്യുന്ന ജോലിന്റെ ആ ഒരു സിൻസിയാരിറ്റി, ആ ഒരു ആത്മാർത്ഥത ഒന്നും ഉണ്ടാവത്തില്ല. ഭക്ഷണത്തിന്റെ പ്രാധാന്യം സൂചിപ്പിക്കാനും നമ്മൾ എന്താണ് ഈ ഒരു പഴഞ്ചൊല്ല് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഭക്ഷണത്തിന് വേണ്ടിയുള്ള ആളുകളുടെ കോലാഹലങ്ങൾ നമുക്ക് നമ്മുടെ കവിതാ ഭാഗത്ത് ധാരാളമായി കാണും. അതുമായിട്ട് നമുക്ക് എന്താണ് ഈ ഒരു പഴഞ്ചൊല്ലിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഏകദേശം കൂട്ടുകാർക്ക് നമ്മുടെ കവിതാ ഭാഗത്തും അതും ആ ഒരു പഴഞ്ചൊല്ലുമായിട്ടുള്ള ബന്ധം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെ പഴഞ്ചൊല്ലുമായിട്ട് ഭക്ഷണത്തിന്റെ പഴഞ്ചൊല്ലുകൾ കൂട്ടുകാർ ഓർത്തു വെക്കുക, കടങ്കഥകൾ ഓർത്തു വെക്കുക. അതുപോലെ പഴഞ്ചൊല്ലിനെ വിശകലനം ചെയ്യാനൊക്കെ ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ അത് നല്ല ശ്രദ്ധാപൂർവം വായിച്ചിട്ട് അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ പഠിച്ച കവിതയുമായിട്ട് എന്തൊക്കെ ആശയങ്ങൾ അതിനോട് സാമ്യമുണ്ട് എന്നൊക്കെ ശ്രദ്ധിച്ച് നല്ല വൃത്തിയായിട്ട് എഴുതുക കേട്ടോ. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും. ഡോണ്ട് വറി, ഒന്നും പേടിക്കണ്ട, നമ്മുടെ സൈലൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്കിനി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.